ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മളൊരു റെഡിമെയ്ഡ് ചൂരിദാറിനെ നമ്മൾ ബോഡി അളവിനനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് നമ്മളിന്ന് കാണിച്ചു വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഇതിൻ്റെ സ്ലീവിൻ്റെ ലൂസ് നമ്മൾ കുറക്കുന്നുണ്ട്. നമുക്ക് റഗാൾ നമുക്ക് കറക്റ്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡി ലൂസും നമ്മൾ കുറക്കുന്നുണ്ട്. ഈ ഒരു ബോഡി ലൂസ് കുറക്കുന്നതാണ് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലായി പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ ചെസ്റ്റ് അളവിൽ നമ്മളിവിടെ അളവെടുക്കുന്നത് ഇതുപോലെയാണ്. കണ്ടോ, നമ്മുടെ ഈ ഒരു മാർക്കിൽ നിന്ന് ഈ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു മാർക്കിലേക്ക് നമുക്ക് എത്രയാണോ വേണ്ടത് ആ അളവൊക്കെ നമുക്ക് ചെക്ക് ചെയ്യുക. നമുക്കിത് 21 ഇഞ്ചാണുള്ളത്. അപ്പോൾ ആ 21 ഇഞ്ച് കറക്റ്റാണ്, നമുക്ക് ഈ ഒരു ബോഡിയിൽ കറക്റ്റാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അതായത് നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത് 38 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുക, നമുക്ക് 42 ഇഞ്ച് കിട്ടും. അപ്പോൾ 42 ഇഞ്ചാണ്. അപ്പോൾ ഈ ഒരു 42 ഇഞ്ചിൻ്റെ നേർപകുതി 21 ഇഞ്ചാണ് നമുക്ക് ഇവിടെ കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ ഈ ഒരു സ്റ്റിച്ചിൽ നിന്ന്, നമ്മൾ സൈഡിലുള്ള ആം ഹോളിൻ്റെ ഭാഗത്തുള്ള സ്റ്റിച്ചിൽ നിന്ന് ഈ ഒരു സ്റ്റിച്ചിലേക്ക്, ഈ ഒരു സൈഡിലേക്ക് നമുക്ക് കറക്റ്റ് 21 ഇഞ്ച് തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചുരിദാറിൻ്റെ ചെസ്റ്റ് അളവ് നമുക്ക് കറക്റ്റ് ആയിരിക്കും. ഇനി നമ്മളിവിടെ സെൻറ്ററിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബോട്ടം ഭാഗത്തുള്ള ലൂസും നമ്മൾ ഇതുപോലെ വെച്ച്, നമ്മുടെ സ്ലിറ്റ് ഭാഗത്തുള്ള ലൂസും ഇതുപോലെ വെച്ച് നമ്മൾ ഇവിടെ നമ്മൾ സെൻറ്റർ ഭാഗം ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇത് നമുക്ക് നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗത്ത് കറക്റ്റ് നമ്മുടെ സെൻറ്റർ ഭാഗം വെച്ച് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നത്. രണ്ട് ഭാഗത്തേക്കും കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ സെൻറ്റർ നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. ഇനി നമ്മുടെ ഇടുപ്പളവ്, നമ്മുടെ വേസ്റ്റ് റൗണ്ട് നമുക്ക് വരുന്നത് ഇവിടെ നിന്ന് നമ്മളൊരു 14 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്തിട്ട് ആ ഒരു മാർക്കിലാണ് നമ്മുടെ വേസ്റ്റ് റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ അളവ് നമുക്ക് വരുന്നത് നമുക്ക് 30, കണ്ടോ, ഈ ഒരു റൗണ്ടിൽ നമുക്ക് വരുന്നത് 34 ഇഞ്ചാണ്. നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ 3 ഇഞ്ചാണ് കൂട്ടേണ്ടത്. നമുക്ക് 37 ഇഞ്ച് കിട്ടും. നമ്മൾ ആളുടെ ബോഡിയിൽ നിന്നെടുത്തുള്ള മെഷർമെൻറ്റാണിത്. 34ൻ്റെ കൂടെ നമ്മൾ 3 ഇഞ്ച് കൂട്ടുന്നു, നമുക്ക് 37 ഇഞ്ച് കിട്ടും. ഈ ഒരു 37ൻ്റെ നേർപകുതി 18 ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. കണ്ടോ, 18 ഇഞ്ച്. അപ്പോൾ നമ്മൾ ആ ഒരു സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുള്ള ഇവിടെ നമ്മൾ 18യുടെ നേർപകുതി 9.25 ഇഞ്ച്. അപ്പോൾ രണ്ട് ഭാഗത്തേക്കും കറക്റ്റ് ചെയ്ത് നമുക്ക് വെക്കാൻ കഴിയും. ഇതുപോലെ വെച്ച് നമ്മുടെ ഇവിടെ നമ്മൾ 9.25 ഇഞ്ചിൽ മാർക്കിംഗ് കൊടുക്കുന്നു. കണ്ടോ, 9.25. ബാക്കി നമ്മളിവിടെ 18.5 ഇഞ്ചിൽ ഇവിടെയും മാർക്കിംഗ് കൊടുക്കുക. അപ്പോൾ ടോട്ടൽ നമുക്ക് 18 ഇഞ്ച്. അപ്പോൾ രണ്ട് ഭാഗത്തേക്കും നമുക്ക് ഇതുപോലെ ഒരേ അളവിൽ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാൻ കഴിയും. ഇനി നമ്മുടെ ഹിപ്പ് അളവ്, നമ്മുടെ സീറ്റിൻ്റെ ഭാഗത്ത് വരുന്ന ഓപ്പണിൽ വരുന്ന അളവ് നമുക്ക് 38 ഇഞ്ച് തന്നെയാണ്. 38 ഇഞ്ചാണ്. അവിടെ നമ്മൾ 4 ഇഞ്ചാണ് കൂട്ടുന്നത്, നമുക്ക് 42 ഇഞ്ച് കിട്ടും. ഈ ഒരു 42ൻ്റെ നേർപകുതി 21 ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെയും 21 ഇഞ്ച് തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ കൂടെയും ഹിപ്പ് അളവിൻ്റെ കൂടെയും നമ്മൾ 4 ഇഞ്ചാണ് കൂട്ടിയത്. എന്നാൽ നമുക്ക് വേസ്റ്റ് റൗണ്ട്, നമുക്ക് ഇടുപ്പളവ് വരുന്ന ഭാഗത്ത് നമ്മുടെ അളവിൻ്റെ കൂടെ നമ്മൾ 3 ഇഞ്ചാണ് കൂട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട്, കണ്ടോ, ഇതുപോലെ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഷേപ്പ് കൊടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് രണ്ട് ഭാഗത്തും വരിക. അപ്പോൾ നമ്മുടെ സെൻറ്റർ ഭാഗം കറക്റ്റ് മാർക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് നമ്മുടെ അളവ് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാൻ കഴിയും. ഇനി നമ്മൾ ഇവിടെ നിന്ന്, കണ്ടോ, ഈ ഒരു രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ, കണ്ടോ, കറക്റ്റ് ഷേപ്പ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് സ്ലീവും മാർക്ക് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഒരു ചൂരിദാർ വെച്ച് മാർക്ക് ചെയ്ത് ഷേപ്പ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾക്കത് കണ്ടാൽ ഒരു ചൂരിദാർ വെച്ച് എങ്ങനെയാണ് നമ്മുടെ ബോഡി ഷേപ്പ് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇനി നമ്മുടെ കൈയുടെ ബോട്ടം ഭാഗത്തുള്ള ലൂസ് 11 ഇഞ്ചാണ്. അപ്പോൾ നേർപകുതി 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന്, കണ്ടോ, നമ്മുടെ ഈ ഒരു തോൾ വശം ഒക്കെ നമുക്ക് കറക്റ്റാണ്. ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഈ ഒരു 11 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സ്ലീവിലും ഇതുപോലെ തന്നെ നല്ലവണ്ണം നിവർത്തി വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെയും നമ്മൾ ആ ഒരു 11 ഇഞ്ച് തന്നെ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്ന്, കണ്ടോ, നമ്മുടെ ഈ ഒരു തോൾ വശത്തേക്ക് കറക്റ്റായിട്ട് ഇവിടത്തേക്ക് കറക്റ്റായി മാർക്ക് ചെയ്തെടുക്കുക. കണ്ടോ, അപ്പോൾ നമ്മുടെ ഈ ഒരു ബോഡിയുടെ അളവ് മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ചിങ് ചെയ്യാം. കണ്ടോ, അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു മാർക്കിനനുസരിച്ചാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നമ്മുടെ സ്ലീവിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മുടെ സ്റ്റിച്ചിങ് തുടങ്ങുന്നത്. കണ്ടോ, ഈ ഒരു മാർക്കിൽ കൂടിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കറക്റ്റ് നമ്മുടെ ആ ഒരു അളവൊക്കെ കറക്റ്റ് ഇതുപോലെ പിടിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നു. കണ്ടോ, ഇതുപോലെ നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ്
സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ ഇതുപോലെ. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ നല്ലവണ്ണം ഈ ഒരു പീസ് നിവർത്തി വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ കറക്റ്റ് കണ്ടോ നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഇവിടെ കണ്ടോ നമ്മുടെ ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്തുള്ള ആ ഒരു സ്റ്റിച്ചിൻ്റെ അല്പം മുകളിൽ കൊണ്ടുവന്ന് നമ്മൾ ആ ഒരു ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നമുക്കവിടെ വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡ് കണ്ടോ നമ്മൾ നല്ലവണ്ണം നിവർത്തി വെച്ചതിന് ശേഷം നമ്മളിവിടെ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ നിന്ന് തന്നെ കറക്റ്റ് സ്റ്റിച്ചിങ് തുടങ്ങുന്നു. രണ്ടാമത്തെ സൈഡിൽ നമ്മൾ ആദ്യത്തെ സൈഡ് നമ്മുടെ സ്ലീവിൽ നിന്ന് തുടങ്ങി നമ്മുടെ സ്ലിറ്റ് ഭാഗത്തേക്കാണ് ചെയ്തത്. എന്നാൽ രണ്ടാമത്തെ സൈഡ് നമ്മൾ ഇതുപോലെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങി നമ്മുടെ സ്ലീവിൻ്റെ ഭാഗത്തേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കേട്ടോ നല്ലവണ്ണം ഈ ഒരു പീസൊക്കെ നിവർത്തി വെച്ചതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. കേട്ടോ നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടോ ഈ ഒരു മാർക്കിൽ കൂടി സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാവുന്നതാണ്. നമുക്കൊരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ ആ ഒരു മാർക്കിൻ്റെ സ്റ്റിച്ചിന് ശേഷം നമ്മളൊരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു. അതുപോലെ നമുക്ക് സ്ലീവിൻ്റെ ഭാഗത്തേക്കും ആ ഒരു സ്റ്റിച്ച് കൊടുക്കാം. നമുക്കൊരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്ലീവിലും നമ്മൾ അതുപോലെ തന്നെ ആ ഒരു സ്റ്റിച്ചിന് ശേഷം നമുക്കൊരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു. കണ്ടോ നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ ഇത് കണ്ടോ ഇവിടെ കണ്ടോ നമ്മൾ ഈ ഒരു തുന്നി കണ്ടോ നമുക്കിവിടെ കൂടുതലാണുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു പീസ് നമുക്ക് ആവശ്യമുള്ള തുണി മാത്രം നമ്മളൊരു 1-1.25 ഇഞ്ച് തുണി മാത്രം ഇവിടെ വെച്ച് ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് വൃത്തിയോടുകൂടി നമുക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റായി വന്ന് നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തത് കൊണ്ട് ഒരു കാര്യവും ഉണ്ടാവില്ല. കാരണം നമ്മളത് ആ ഒരു ഉള്ളിലുള്ള പീസ് അവിടെ ടൈറ്റായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ഷേപ്പിലേക്ക് നമ്മുടെ ഈ ഒരു തുണിയെ നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അതുപോലെ തന്നെ നമുക്ക് ആദ്യമുള്ള ഇവിടെയുള്ള ആ ഒരു സ്റ്റിച്ചിങ് കണ്ടോ ആ ഒരു സ്റ്റിച്ചിങ് നമ്മൾ അഴിച്ച് മാറ്റുകയും ചെയ്യണം. അല്ലെങ്കിൽ ആ ഒരു പീസ് ഉള്ളിൽ നിന്ന് ടൈറ്റ് അനുഭവപ്പെടുമ്പോൾ നമ്മുടെ ആ ഒരു ബോഡിയുടെ ഷേപ്പിലേക്ക് നമുക്ക് ഈ ഒരു ചുരിദാറിന് ഷേപ്പിലോട്ട് വരാൻ കഴിയില്ല. കണ്ടോ ഇതുപോലെ. ഇനി നമുക്കിവിടെ ഇതുപോലൊരു കട്ടിങ് കൊടുക്കാം. കണ്ടോ ഇനി നമുക്ക് സ്ലീവിൻ്റെ ഭാഗം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് കൂടുതലുണ്ടെങ്കിൽ മാത്രം കട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്യണമെന്നില്ല. ഇതുപോലെ നമുക്ക് രണ്ട് സൈഡും നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ കറക്റ്റായി നമ്മുടെ ബോഡി അളവിനനുസരിച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെയും നമ്മുടെ അളവ് കറക്റ്റാണ്. ഇനി നമ്മൾ ആ ഒരു ഉള്ളിലുള്ള പീസ് എക്സ്ട്രാ വരുന്ന പീസുകളൊക്കെ കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റിയത് കൊണ്ട് തന്നെ നമുക്കിത് കണ്ടോ നമ്മുടെ ബോഡി കണ്ടോ നമ്മുടെ ആ ഒരു ഷേപ്പിൽ തന്നെ കറക്റ്റ് നമ്മുടെ അളവിനനുസരിച്ച് നമുക്കത് ഷേപ്പിൽ വന്ന് ഇതുപോലെ കിട്ടും. കണ്ടോ നല്ല ഷേപ്പോട് കൂടി നിൽക്കുന്നുണ്ടോ. ഇതുപോലെ നമുക്ക് ബോഡി നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെയുടെ അളവ് നമുക്ക് കറക്റ്റായിരിക്കും. നമുക്ക് 18 ഇഞ്ച് നമുക്ക് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും